അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ പൊതുപരീക്ഷ 2026 നടന്ന പൊതുപരീക്ഷയിൽ 5 കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന ഈ ഭാഗം, ഇത് പല കുട്ടികൾക്കും കിട്ടിയിട്ടില്ല, ഇതിൻ്റെ അർത്ഥം കിട്ടിയിട്ടില്ല എന്ന് ഇത് നമ്മൾ പാഠബുക്കിൽ ഇതിൻ്റെ അർത്ഥം പറയുന്നില്ല എന്നൊക്കെ പല ആളുകളും രക്ഷിതാക്കളും കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ പെട്ടെന്ന് കിട്ടുന്ന വാക്കുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് നമ്മൾ പറയണ്ടല്ലോ. അതായത് 2ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു പോയതാണ്, 3ലും പഠിച്ചു പോയിട്ടുണ്ടാവും തോന്നുന്നു. ഏതായാലും 2 മുതൽ നമ്മൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതായത് എന്താണ് അസ്സലാത്തു ഖൈർ സ്വതക്കത്ത ബരിർത്ത എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇതിലെ ഓരോ വാക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് നോക്കാം. ഇവിടെ അസ്സലാത്തു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുണ്ടാവും, നിസ്കാരം അല്ലേ? അസ്സലാത്തു ഇമാദുദ്ദീൻ നമ്മൾ പഠിച്ചതല്ലേ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അതൊക്കെ 4ാം ക്ലാസ്സിൽ, കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിലും അതുപോലെ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൽ 2ാമത്തെ വാക്ക് വരുന്നത് ഖൈറുൻ എന്നാണ്. അതൊക്കെ നമ്മൾ തജ്വീദിലും അതുപോലെ തന്നെ ഫിഖ്ഹിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലിസാനിലും വരെ പഠിച്ചിട്ടുണ്ട്. ഖൈറുൻ എന്നുള്ള അർത്ഥം ഒന്ന് അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ എന്ന് പറയുന്നൊരു ആയത്തുണ്ടായിരുന്നു. ആയത്തല്ല, ഒരു ഹദീസ് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ലജ്ജയെ പറ്റി പറയുന്ന പാഠത്തിൽ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഖൈർ, നല്ലത് എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. അതായത് നമ്മളിവിടെ ഖൈറുക്കും അവിടെ പറയുന്നുണ്ട് ഖൈറിനെ പറ്റിയിട്ട്. ഇങ്ങനെ അധിക ഭാഗത്തും ഖൈറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം കുട്ടികൾക്ക് മനസ്സിലായിരിക്കണം. പിന്നെ മിനൻ നൗം അറിയാലോ, ഉറക്കം. അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് ലിസാനിൽ തന്നെ പറയുന്നുണ്ട് എന്ത്? യഖ്ല ജുനൈദും മിനൻ നൗമി, ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണരുന്നു. അപ്പോൾ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മളിവിടെ നോക്കുക, എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. പാഠഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഓരോ വാക്കുകൾ അർത്ഥം വെച്ചിട്ട് പിന്നെ ഏകദേശം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ അസ്സലാത്തു നിസ്കാരം, ഖൈറുക്ക് എന്ന് പറഞ്ഞാൽ നല്ലത്, മിനൻ നൗം എന്ന് പറഞ്ഞാൽ ഉറക്കിനേക്കാൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥം വരുമ്പോൾ നമ്മൾ കൂട്ടി വായിച്ച് നോക്കണം. അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഈ ജസ്റ്റ് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ റൂമർ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിന് മാർക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ട്. അതായത് ഇത് നോക്കുന്ന ഉസ്താദുമാർ ഇതിന് മാർക്കിട്ട് കൊടുത്താലും അല്ലെങ്കിൽ ഇതിന് മാർക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലാണ് ഒരു മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ സമസ്തയിലെ ഉസ്താദുമാർ നോക്കുമ്പോൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, കുറച്ച് മാർക്ക് കൂട്ടിയിടാൻ സാധ്യതയുണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ മാർക്ക് ലഭിക്കും. ആ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ പരീക്ഷയിൽ വന്ന മറ്റൊരു ഭാഗമായിരുന്നു ഇത് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാഠഭാഗത്ത് പഠിപ്പിക്കുന്നില്ല എന്ന്, ഇത് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അൽ ജുമാ എന്നുള്ള യോമുൽ ജുമാ എന്നുള്ള പാഠത്തിൽ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് ലാസ്റ്റായിട്ട് ഒരു ഇത് തന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ അർത്ഥം പഠിക്കണം. അതോടുകൂടെ തന്നെ ഇതിൻ്റെ ഇത് ഓർഡറാക്കാനാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിലതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ ഡിസോർഡർ ആയത് ഓർഡറാക്കാൻ മാത്രമാണ് ഈ പ്രവർത്തനം വന്നത്. ഇത് പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഭാഗത്തിൽ റത്തിബിൽ കലിമാത്ത് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ ഇവിടെ ചെറിയൊരു പിഴവുണ്ടായിരുന്നു. ഇവിടെ തനസ്സാഹു വനീയത്തിൻ എന്ന് 2 തവണ വന്നതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ 2 വട്ടം നീയത്തിൻ എന്ന് എഴുതിയിട്ടുണ്ടാകും. യഥാർത്ഥ രൂപത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയല്ല അവിടെ ഫിഇലിൻ എന്നതിന് പകരം അവിടെ നീയത്തിൻ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. അത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, 4 മാർക്ക് തന്നെ ലഭിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫിഇലിൻ എന്നല്ല ഖൗലിൻ എന്നതാണ് കേട്ടോ, ഖൗലിൻ. അപ്പോൾ ഇവിടെ ഖൗലിൻ എന്ന് എഴുതിയിട്ടില്ല, അതിന് പകരം നീയത്തിൻ എന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് ലഭിക്കും. തനസ്സഹ അൻ വനീയത്തിൻ
ഫെയിലും വ നീയത്തിൻ എന്ന ഇക്കാരം അപ്പോൾ അവിടെ എഴുതുമ്പോൾ വരിക. ശരിക്കും എന്താണ് അവിടെ വേണ്ടത്? ഖൗലിൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് ലഭിക്കും. ഇനി തെറ്റാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ എഴുതിയവർക്കും, അതല്ല ഇവിടെ ഖൗലിൻ എന്നതിന് പകരം നീയത്തിന് എഴുതിയവർക്കും മാർക്ക് ലഭിക്കും. 2 പേർക്കും ആ രീതിയിൽ തന്നെ മാർക്ക് ലഭിക്കും കേട്ടോ. ഇനി പറ്റ ഡിസോർഡർ ആയിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അവർക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അതുപോലെ തജ്വീദിലല്ല താരീഖ് അഖ്ലാഖ് എന്നീ വിഷയത്തിൽ അവിടെ ശത്രുപക്ഷം ഓടിപ്പോയ യുദ്ധത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഖന്തക്ക് എഴുതിയാലും അതുപോലെ ഉഹദ് എഴുതിയാലും അല്ലെങ്കിൽ ഹുനൈൻ എഴുതിയാലും മാർക്ക് ലഭിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് പ്രതീക്ഷിക്കുക. ടോപ്പ് അർഹതയുള്ള കുട്ടികളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ടോപ്പ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടോപ്പ് പ്രതീക്ഷിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് അള്ളാഹു ടോപ്പ് നൽകുമാറാകട്ടെ. അതുപോലെ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അള്ളാഹു അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.